ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. റിലീസാകാൻ പോകുന്ന തുടക്കം എന്ന സിനിമയ്ക്കും വിസ്മയക്കും മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പുതുമുഖ നായിക ഇത്രയധികം സൈബർ ആക്രമണത്തിന് പാത്രമാകേണ്ടി. എല്ലാവർക്കും നമസ്കാരം. വിസ്മയ മോഹൻലാൽ ലാലേട്ടന്റെ മകളല്ലേ, ആ ജീനതിൽ കാണാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ വിസ്മയ മോഹൻലാലിനെ തകർക്കാനായിട്ട് ഒരുപാട് പേര് മാക്സിമം ശ്രമിച്ചു. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, മറ്റേ നീറ്റ് എക്സാമിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് അന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടപ്പോൾ അയ്യോ അവക്ക് വിവരക്കേട്, അവക്ക് അറിയത്തില്ല, അയ്യയ്യോ അവള് കുഞ്ഞ്, ഈ ഒരു സെറ്റപ്പിൽ എന്തിന് നമ്മുടെ മേജർ രവി നമ്പർ അമ്മാതിരി സെറ്റപ്പിലുള്ള ഡയലോഗ് അടിച്ചിട്ട് എന്നിട്ട് അവസാനം ആ പങ്കുവച്ച് അതിൽ തന്നെ ഉറച്ചു നിന്ന് ഞാനതിൽ തന്നെ ഉറച്ചിരിക്കുന്നു, അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ എന്നുള്ള സെറ്റപ്പിലായിരുന്നു. അന്നു മുതലേ സംഘികളും എല്ലാവരും കൂടിയൊക്കെ ചേർന്നിട്ട് മാക്സിമം ആ കൊച്ചിനെ തകർത്ത് തരിപ്പണമാക്കാൻ നോക്കി. പ്രത്യേകിച്ച് കേന്ദ്രത്തിന് അന്ന് സപ്പോർട്ട് ചെയ്ത് കേന്ദ്രം കീ എന്ന് നമ്മുടെ പേളി ചേച്ചി വിളിച്ചുകൊണ്ട് നിന്നതുപോലെ നിന്നിരുന്നെങ്കിൽ അയ്യോ സമരമോ നമുക്കോ അതൊന്നും വേണ്ട, നമുക്ക് സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവിനെയും പറത്തി കൊടിയും പറത്തി എല്ലാവരും പിരിഞ്ഞു പോകും, വീടുകളിൽ പോയി റെസ്റ്റ് എടുക്കും. ഈ ഒരു മൂഡിൽ ഡയലോഗ് അടിച്ചിരുന്നെങ്കിൽ എല്ലാവരും എടുത്തു വെച്ച് സപ്പോർട്ട് ചെയ്തേനെ. എല്ലാവരും അല്ല, കുറേ സംഘികൾ എടുത്തു വെച്ച് സപ്പോർട്ട് ചെയ്ത് മെഴുകിച്ച് വിട്ടേനെ. പക്ഷേ ആ കൊച്ചിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കട്ടയ്ക്ക് ആ പിള്ളേർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടതിനെ തുടർന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടി. പക്ഷെ പേളിക്കൊന്നും കിട്ടിയതുപോലെ കിട്ടിയില്ല കേട്ടാ. ഈ ഒരു സംഘി പശ്ചാത്തലത്തിലും ആ ഒരു കേന്ദ്രത്തിന്റെ ഇതിൽ നിന്നുള്ള കുറെ ടീമുകളൊക്കെ എടുത്തിട്ട് ആ കൊച്ചിനെ ഊക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കൊച്ച് സിനിമയിലോട്ട് വന്ന അടുത്തിനിപ്പം തുടക്കം എന്ന സിനിമയിൽ വന്ന് ആ സിനിമ പൊട്ടും എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെയെങ്കിലും തുറഞ്ഞ് നാറാണത്തായി മണ്ണാങ്കട്ട അടിഞ്ഞാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു നാട്ടുകാരുടെ സംസാരം. ഓക്കെ, നാട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഈ കുറേ സാധനങ്ങൾ കേന്ദ്ര ബേസിൽ നിൽക്കുന്ന കുറേ സാധനങ്ങളൊക്കെ. അപ്പം അങ്ങനെയല്ല ഏതെങ്കിലും തലത്തിൽ ആ കൊച്ചിനെ തളർത്തി തരിപ്പണമാക്കാമെന്ന് ശ്രമിച്ചു. പക്ഷേ പടം ഇറങ്ങിയപ്പം അവിടെയും ലാലേട്ടൻ്റെ മോളിനെ കാഴ്ച വെച്ചു. മക്കളെ, ആ ജീനല്ലേ അതിൽ ഓടുന്നേ, ആ ഒരു എനർജി കാണിക്കാതിരിക്കോ, നല്ല അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കുകയും ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി. വീണ്ടും മൂഞ്ചി, തള്ളയരിയും മൂഞ്ചി, മണ്ണെണ്ണയും മൂഞ്ചി. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത അജണ്ട ഇറക്കാം. ഇനി ഈ പറയുന്ന വിസ്മയ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്ക് അടിച്ചമർത്തി വീഴ്ത്തി മണ്ണാങ്കട്ടയും ചെളിയാക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു തലത്തിൽ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ട്രാക്ക് അടുത്ത് പിടിക്കുന്നു. ബീന ആന്റണിയും ബാക്കിയുള്ള കുറേ ടീമുകളെയൊക്കെ ഇതുപോലെ അങ്ങോട്ട് അടിച്ചമർത്തുക. ആ ഒരു സെറ്റപ്പിൽ സാധനങ്ങളുടെ നീക്കുപോക്ക്. പിന്നെ സീമാജി നായരൊക്കെ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിലോട്ട് ഒരു കൈ ഓടിച്ചു പോവാം. അപ്പൊ നമുക്ക് ആദ്യം ആലപ്പി അഷ്റഫ് ഡയറക്ടറായിട്ടുള്ള അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പുതുമുഖ നായിക ഇത്രയധികം സൈബർ ആക്രമണത്തിന് പാത്രമാകേണ്ടി വന്നത് ഇതാദ്യമായാണ്. അതും ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ്. ഇതിന് വഴിവെച്ചത് തന്റെ ഒരു അഭിപ്രായം ഭയാശങ്കകൾ ഏതുമില്ലാതെ തുറന്നു പറഞ്ഞു എന്നതാണ്. ജന്തർ മന്ദിറിൽ നടന്ന സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി സമരത്തിൽ പ്രതിഷേധിച്ചവരെ അടിച്ചമർത്താൻ ഡൽഹി പോലീസ് നടത്തിയ നടപടികളെ അപലപിച്ചുകൊണ്ടുള്ള വിസ്മയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇതിന് കാരണമായത്. ജനാധിപത്യ രാജ്യത്തിൽ ചോദ്യം ചെയ്യാനും ശബ്ദമുയർത്താനും അവകാശമുണ്ട്. ചോദ്യം ചെയ്യുന്ന പൗരന്മാരെ നേരിടേണ്ടത് ഇങ്ങനെയല്ലായിരുന്നു എന്നതാണ് വിസ്മയ പറഞ്ഞിരുന്നത്. വിസ്മയ നായികയായി അഭിനയിക്കുന്നു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ അവർക്ക് ആശംസകളും അഭിനന്ദനങ്ങളുമായി സോഷ്യൽ മീഡിയ നിറയുകയായിരുന്നു. എന്നാൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം സത്യസന്ധമായി പറഞ്ഞതിന്റെ പേരിൽ അവരെ പാടി പുകഴ്ത്തിയവർ തന്നെ അവർക്ക് നേരെ ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി കല്ലെറിയുകയാണ് ഉണ്ടായത്. അവർ അഭിനയിച്ച പടം കാണില്ല, അവരുടെ തുടക്കം ഒടുക്കമാക്കും, അവരെ സിനിമാ ലോകത്ത് നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുമെന്നൊക്കെ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്നലെ ചിത്രം തിയേറ്ററുകളിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ ചിലരൊക്കെ പറഞ്ഞതുപോലെ ഒടുങ്ങാനും ഒതുങ്ങാനുമുള്ള തുടക്കമല്ല, തുടരാനുള്ള തുടക്കമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിസ്മയ മോഹൻ. അതെ, തുടരാനുള്ളൊരു തുടക്കം, അതും ആദ്യത്തെ സിനിമയുടെ പേര് തുടക്കം. അതൊരു തുടക്കമായി തന്നെയാണ് മുന്നോട്ട് വന്നത്. അടിപൊളിയായിട്ട് നല്ല ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി ആ പടം ഇപ്പോൾ തിയേറ്ററിൽ ഓടുകയാണ്. നല്ലൊരു കാര്യം. എന്തായാലും ആദ്യത്തെ പടം തന്നെ തൂത്തുവാരി കൊണ്ട് പോകാൻ സാധിച്ചില്ല. നമ്മുടെ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകനെ പോലെ ഞങ്ങൾ അനാഥരാണ് കേട്ടോ, ഉണ്ടാക്കണമല്ല ഈ ഒരു ട്രാക്കിലൊന്നും പോവാത്തതിന്റെ പൊന്നടാവേ നല്ല കാലം. അല്ലെങ്കിൽ ആവിയൽ മൂഞ്ചി മണ്ണെണ്ണ മൂഞ്ചി അവസ്ഥ ഞങ്ങൾ അനാഥരാണ് കേട്ടോ, ഗുണ്ടകളല്ല. ഇങ്ങനെ അഭിനയിക്കാൻ കഴിവില്ലാത്തവന്മാരെ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും? അതായിരുന്നു അവന്റെ അച്ഛൻ്റെ. അത് പൊട്ട് പാവം, അവനെ എൻ്റെ ഇടയിൽ പിടിച്ചിട്ടില്ല, ക്ഷമിക്കടാ കുട്ട, അത് വിട്. അപ്പോൾ വിസ്മയ മോഹൻലാൽ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പോൾ വീണ്ടും മൂഞ്ചി. അതായത് എങ്ങനെ ആ പെണ്ണിനെ തകർക്കാം, കേന്ദ്രത്തിനെതിരെ നിന്നത് കൊണ്ട് തന്നെ എങ്ങനെ ആ പെണ്ണിനെ തകർക്കാം. പേളി മാണിയെപ്പോലെ പെയ്ഡ് മാണികളായിട്ട് നിന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ
നമുക്ക് കുഴപ്പമില്ല, ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ തകർത്തേ പറ്റൂ, ദൈവമേ ആ പടം ഇറങ്ങിയപ്പോൾ അവൾക്കാണ് ഒടുക്കത്തെ സപ്പോർട്ടും, ഇനി അവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമുക്ക് അങ്ങോട്ട് അടിച്ചമർത്തി വീഴ്ത്തിയിടാം. ആ ഒരു ട്രാക്കാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. ഞാനൊരു വീഡിയോ കൊടുക്കാം, നമ്മുടെ ബീന ആന്റണിയും കുറച്ച് തസ്നികാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ, അതായത് ഓൾ ദ ബെസ്റ്റ് പറയുന്ന ഒരു വീഡിയോ, നമുക്കൊന്ന് കാണാം. റിലീസാകാൻ പോകുന്ന തുടക്കം എന്ന സിനിമയ്ക്കും വിസ്മയയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. വിസ്മയ ഓക്കെ, വിസ്മയക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. നല്ല ഒരു വീഡിയോ, ഓൾ ദ ബെസ്റ്റ് പറയുന്നത്. അത് ചിലപ്പോൾ അവർക്ക് നല്ല പരിചയം കാണും. പക്ഷേ ഇത് ചർച്ച എങ്ങോട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ സോപ്പിടാൻ വേണ്ടിയിട്ട്, ഇവർക്ക് സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു സാധനം എന്നുള്ള രീതിയിലാണ് ഇതിന്റെ സംസാരം. അതാണ് വേറെ വലിയ വിഷയമായതിടെ എനിക്ക് ചിരി വന്ന് കണ്ടപ്പോൾ. കമന്റ് ബോക്സ് 1-2 വായിക്കാം. സോപ്പിംഗ് ഫോർ മോഹൻലാൽ, ഇപ്പോ ഭയങ്കര സൂയിപ്പിക്കൽ, ലാലേട്ടൻ വിസ്മയ ലാലേട്ടന്റെ മകളായി പോയില്ലേ, ഓൾ ദി ബെസ്റ്റ് എന്ന്. അപ്പോൾ ലാലേട്ടനെ സോപ്പിടാൻ വേണ്ടിയിട്ട്, ലാലേട്ടന്റെ മകൾ ആയതുകൊണ്ട് വിസ്മയ ആയതുകൊണ്ട് സോപ്പിടാൻ വേണ്ടിയിട്ടും ഒക്കെ ആണെന്നുള്ള രീതിയിലായി സംസാരം. ലാലേട്ടനെ സോപ്പിടാൻ വേണ്ടിയിട്ട്, അതായത് ലാലേട്ടനെ സോപ്പിട്ട് കുമ്പിട്ട് നിന്നാലേ ബാക്കിയുള്ളവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് യോന്മാർ സംസാരിക്കുന്നത്. ഓക്കെ, അവർക്ക് ചിലപ്പോൾ നേരിട്ട് ഈ പറയുന്ന വിസ്മയ പരിചയം കാണും. ഇനി അല്ലെങ്കിൽ ലാലേട്ടന് പരിചയം ഉള്ളത് കൊണ്ട് തന്നെ ലാലേട്ടന്റെ മകൾ ആദ്യമായിട്ട് ഒരു ചുവട് വെച്ചപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞതാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിൽ വളച്ചൊടിച്ച് അതിന് മറ്റേ രീതിയിലാക്കി. ഇതിന് ബീന ആന്റണി ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോ വേറെ ഒന്നല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇന്നലെ ഞങ്ങളൊരു ഞാനും തെസ്നി, സിയ, അംബിക ചേച്ചി ഞങ്ങളൊരു ട്രിപ്പ് വന്ന വഴി ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇന്ന് വിസ്മയുടെ പടം തുടങ്ങാണല്ലോ, അപ്പൊ ഞങ്ങൾ വെറുതെ ഒരു വിഷസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ഇങ്ങനെ. അതിട്ടപ്പോ കുറെ കമന്റ് കണ്ടു, ലാലേട്ടനെ പ്ലീസ് ചെയ്യാനാണ്, സോപ്പിടാനാണെന്ന്. ചിരി വരുന്നു ഞങ്ങക്ക്. ഇത്രയും വർഷം ലാലേട്ടന്റെ കൂടെ യോധയിൽ അഭിനയിച്ചത് ഞാൻ, അങ്ങനെ ഓരോരുത്തർ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഒന്നും ലാലേട്ടനെ സോപ്പിടേണ്ട ആവശ്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് പറ്റിയ കഥാപാത്രം ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയാല് തോന്നിയാല് അവര് വിളിക്കും. അതല്ലാതെ വിസ്മയെ ഞങ്ങള് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് ലാലേട്ടൻ ഞങ്ങളെ വിളിക്കാം. ഇവിടെ ഇത് ചിരി വരുന്നു ഇത് കണ്ടിട്ട്. പിന്നെ എന്താണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു സാധാരണ ഒരു പെൺകുട്ടി എന്നല്ലാണ്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകളെന്ന രീതിയിലല്ല. പിന്നെ വിസ്മയ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു കുട്ടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വിസ്മയെ. ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നു ആ പടം നന്നായിട്ട് ഓടണമെന്ന്. ലാലേട്ടന്റെ മോളായതുകൊണ്ടല്ല ഒരിക്കലും. ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവം കുട്ടി. അവള് പിന്നെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് അവളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതുകൊണ്ട് പിന്നെ എന്താണ് ഇത്രയും വിമർശനങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രം ആ പടം നന്നായിട്ട് ഓടണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. അതിനുകൊണ്ട് ഞങ്ങളൊരു വിഷസ് അറിയിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ അകത്ത് ഒരു സോപ്പിങ്ങും ഇല്ല, ഒരു പതപ്പിക്കലും ഇല്ല, ഒന്നുമില്ല, നത്തിങ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ റിപ്പോർട്ടൊന്നും അറിയില്ല, എന്തായാലും നന്നായിട്ട് ഓടണം എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞപ്പോൾ ലാലേട്ടനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്നുകിൽ ആ പെണ്ണിനെ കരിവാരിത്തേക്കണം. അത് നടക്കാത്തതുകൊണ്ട് ആ പെണ്ണ് ഇപ്പോൾ 1 ഹിറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഇനി അവളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കരിവാരിത്തേക്ക്. ഈ ഒരു മൂഡിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞ് ചിരിയാണ് വരുന്നത്. ഓക്കെ, അവര് ഒരു ഓൾ ദ ബെസ്റ്റ് ഇട്ട്. ഇനി ഈ പറഞ്ഞതുപോലെ ലാലേട്ടനെ സോപ്പിട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത ലാലേട്ടന്റെ പടത്തിൽ പിടിച്ച് ബീന ആന്റണിയെ പിടിച്ച് നായികനാക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ചിലപ്പോൾ ആക്കാതിരിക്കാം എന്ന് വെച്ചിട്ട് സോപ്പിട്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും പിടിച്ചാക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഓരോ ക്യാരക്ടറിന് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നടിമാരെയൊക്കെ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ലാലേട്ടനെ സോപ്പിട്ട്, അപ്പൊ എന്നെ സോപ്പിട്ടാന്ന് ബീന ആന്റണി അല്ലേ, അപ്പൊ അടുത്ത എന്റെ പടത്തിലെ നായിക ബീന ആന്റണി കോപ്പാണ്. അങ്ങനെയൊന്നും വിളിക്കാൻ പോകുന്നില്ല എന്റെ പൊന്നളിയന്മാരെ. മുട്ടം കോമഡികൾ തന്നെ അതോടെ വന്നിട്ടുണ്ട്. ലാലേട്ടനെ ഷോപ്പിടാൻ വന്നേന്ന് ചുവപ്പ് അവർക്ക് തോന്നുന്നവരൊക്കെ ചെയ്ത് ഇപ്പൊ ആർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയല്ല. ഇനി സീമാജി നായർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാനൊന്ന് വായിക്കാം കേട്ടോ. അടുത്ത കോമഡി. ശുഭദിനം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിസ്മയ. അച്ഛനും അമ്മയും സ്നേഹപൂർവമായ മായ എന്ന് വിളിക്കുന്ന മോൾ ഇത്രയധികം വലിച്ചു കീറാൻ ഈ മോൾ എന്താണ് ചെയ്തത്? ഈ ജനാധിപത്യ രാജ്യത്തിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഏത് വിധേനയും തേച്ചൊട്ടിക്കുക, എത്രമാത്രം നികൃഷ്ടമായി സംസാരിക്കുമോ അത്രയും സംസാരിക്കുക. ചില കമന്റുകൾ വായിക്കുന്ന നമുക്ക് പോലും സഹിക്കുന്നില്ല. രാഷ്ട്രീയ അന്ധത പിടിച്ച കണ്ണുകൾ. പിന്നെ വിസ്മയുടെ സംസാരത്തിനെയും ബോഡി ലാംഗ്വേജിനെയും ചോദ്യം ചെയ്ത് കുറെ പേർ. ഞാനൊക്കെ എത്രയോ നാടകങ്ങൾ അഭിനയിച്ചു, ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ നാടകം ചെയ്തു. ഇപ്പോഴും ഒരു ചെറിയ പ്രോഗ്രാമിന് ചെന്നാൽ പോലും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ടെൻഷനാണ്. ചുണ്ടൊക്കെ വരണ്ട, നാവൊക്കെ താന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ ലാലേട്ടന്റെ മോൾ എന്ന പ്രിവിലേജിൽ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു പ്രകടനവും കാണിക്കാത്ത ഒരു കുട്ടിയുടെ അവസ്ഥ എന്താകും? ഇത്രയും വലിയ ആൾക്കാരും സദസ്സ് മുന്നിൽ കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ.
ഉണ്ടാവും. ഒരു പണിയുമില്ലാതെ ഒരു പണിക്കും പോകാതെ ഇരുന്ന് തെരുവ് വിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, വല്ല പണിക്കും പോയി കുടുംബം പോറ്റാൻ നോക്ക്. എന്തൊക്കെ പറഞ്ഞാലും എത്ര ബോഡി ഷേമിംഗ് ഉണ്ടായാലും വിസ്മയ മോഹൻലാലിന്റെ മകളാണ്. ഇതൊന്നും ആ കുട്ടിക്ക് ഏൽക്കില്ല. വിസ്മയുടെ കലാരംഗത്തേക്കുള്ള തുടക്കം ഗംഭീരമാവട്ടെ, നന്മകൾ നേരുന്നു, സിനിമയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സീമാജി നായർ ഒരു പോസ്റ്റ് ഇട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആശംസകൾ നേർന്നുകൊണ്ടാണ് സീമാജി നായർ പോസ്റ്റ് ഇട്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആക്റ്റീവ് ആവുക അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയൊന്നും അല്ല ഒരിക്കലും ലാലേട്ടൻ്റെ മകള്. പിന്നെ ഈ പറയുന്ന നീറ്റ് എക്സാമിന്റെ കേസ് അവരെ സപ്പോർട്ട് ചെയ്ത പിള്ളേരെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടപ്പോൾ ചൊറി പിടിച്ചവന്മാര് ചൊറിയും കൊണ്ട് ഇറങ്ങി. അവസാനം അതിലൊന്നും തകർക്കാൻ നോക്കിയിട്ട് തകർക്കാൻ പറ്റാത്തത് കൊണ്ടും അവസാനം എന്ത് ചെയ്തു, നൈസായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന വിസ്മയെ സപ്പോർട്ട് ചെയ്യുന്നവരെ തകർക്കാൻ നോക്കുന്നു. അതാണ് ഇപ്പം നടക്കുന്നത്. ഇതിന് താഴെ 1-2 കമന്റ്സ് ഞാൻ വായിക്കാം. ചേച്ചി, സിനിമയുടെ റിലീസിന്റെ 4 ദിവസം മുൻപ് പെട്ടെന്ന് സോഷ്യൽ മീഡിയ കമന്റിങ് എങ്ങനെ വന്നു? അതും കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് കാണില്ല. കുട്ടിക്ക് ലോങ് സൈറ്റ് ആകും. ഏതൊരാൾക്കും മനസ്സിലാവും അത് PR ആണെന്ന്. 2 പേർ കുറ്റം ചെയ്ത് വരെ ഒരാളെ മാത്രം ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിലെന്തോ പ്രശ്നമില്ലേ? ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ട്. അതിന് സീമാജി നായർ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. വിജയൻ, എനിക്കും കാര്യം മനസ്സിലായി. നിങ്ങൾ ഉദ്ദേശിച്ചത് ആ കുട്ടി ഉദ്ദേശിച്ചില്ല, അത്ര തന്നെ. നല്ല അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കമന്റ്, അഡ്വക്കേറ്റ് സജീവ് കരക്കളം. ഓക്കെ, പേളിമാണി സൈബർ അറ്റാക്ക് നേരിട്ടപ്പോൾ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ നന്മമരം ഒന്നുമല്ല, ഫേക്കാണ്. കാരണം മോഹൻലാലിനെ സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. പേളിമാണിയെ രേണു സുധിയെ ഒക്കെ സപ്പോർട്ട് ചെയ്തത് എന്ത് കിട്ടാനാ? അതിന് പേളിമാണി കൊടുത്ത മറുപടി, അപ്പോൾ ഞാൻ ഉറങ്ങി. അതിന് സീമാജി നായർ കൊടുത്ത റിപ്ലൈ, അപ്പോൾ ഞാൻ ഉറങ്ങി. ഇമ്മാതിരി അഡ്ഡാക്കിൽ അടിച്ചുകൊണ്ട് സ്വപ്നങ്ങളിൽ മാത്രം. രേണു സുധിയെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു, വേണ്ട സഹായവും ചെയ്തു കൊടുത്തു. അതിൽ കൂടുതൽ എന്തു വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് കാഞ്ചന റജൻസി അങ്ങനെ എന്തോ ഒരു ആൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രാഷ്ട്രീയം പറഞ്ഞാൽ തിരിച്ചു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? പേളിമാണിയെ വലിച്ചു കയറിയപ്പോൾ എവിടെയായിരുന്നു സീമാജി നായർ? രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന അരാജകവാദികളോട് ഐക്യപ്പെട്ടാൽ ആരുടെ മോളാണെങ്കിലും പ്രതികരിക്കില്ലേ? അന്ന് ഉറങ്ങുകയായിരുന്നെന്നാണ് സീമാജി നായർ പറഞ്ഞിട്ടുള്ളത്. കേട്ടോ ജോൺ ഡിട്ടോ. ഓക്കെ, ആ കൊച്ചിനെ കണ്ടാലറിയാം എത്ര അറ്റാക്കും അതിനെ ബാധിക്കില്ല. അത് ഇനിയും അഭിനയിക്കും, ഇനിയും അഭിപ്രായങ്ങൾ പറയും. വിസ്മയെ ബോഡി ഷേമിംഗ് ചെയ്യുന്നവർ സൗന്ദര്യത്തിൽ ഉൾപ്പെടെ ഒന്നും ഇല്ലാത്തവർ സത്യം ആയിരിക്കും. അവരുടെ അസൂയ ഈ കുട്ടിയോടും കുടുംബത്തോടും ഉള്ളത് അവർ ഇങ്ങനെ വ്യക്തമാക്കുന്നു. കൂടാതെ ഈഗോയ്ക്കും അടിമയാണ് ഇവർ എന്ന് പറഞ്ഞിട്ടൊക്കെ വിസ്മയെ സപ്പോർട്ട് ചെയ്തും വിസ്മയെ വിമർശിച്ചും ഒക്കെ കമന്റ്സ് വരുന്നുണ്ട്. സീമാജി നായരുടെ ഒരു പോസ്റ്റിന്റെ അടിയിൽ തന്നെ പല കമന്റ്സാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ വർഗീയത നിറഞ്ഞ തലയ്ക്ക് പിടിച്ച പാർട്ടിയും പൊളിറ്റിക്സും കൊണ്ട് നടക്കുന്ന കുറേ എണ്ണം, എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പ് അടി ഉണ്ടാക്കാൻ നടക്കുന്ന കുറേ എണ്ണം, വലിയ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇനി പേളിമാണി ഒരു ഫുട്ബോളിന്റെ എന്തോ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് വന്ന സമയത്ത് കട്ടപ്പച്ചിരി ഒന്ന് കാണിക്കുക. അപ്പൊ ഇങ്ങനെ ചെണ്ടമേളമൊക്കെ ആയിട്ട് പോവുകയാണ്, അവിഞ്ഞ് നടക്കുവാണ്. ഇതിന് താഴെ വന്ന ഒരു കമന്റ് ഞാനൊന്ന് കൊടുക്കാം കേട്ടോ. ലൈക്കൊന്നും അങ്ങനെ കയറൊന്നുമില്ലല്ലോ മാണി, ഇങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആവാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങി പേളി തുടങ്ങിയ നെഗറ്റീവുകളാണ് പാവം പേളിക്ക് വരുന്നത്. ഒരു പോസ്റ്റ് ഇട്ടേ ഉള്ളൂ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇറങ്ങിപ്പോയി. എത്ര ലക്ഷം കിട്ടിയാലും കുറെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇറങ്ങിപ്പോയി. സോഷ്യൽ മീഡിയയിൽ പേളിയുടെ ആ ഒരു ഇമേജ് അങ്ങ് പോയിട്ടുണ്ട്. ഇനി പെട്ടെന്നൊരു കുതിച്ചു കയറ്റം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കയറുമായിരിക്കും, കുറെ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ മറക്കും, അല്ലെങ്കിൽ വേറൊരു കോൺട്രവേഴ്സി വന്ന് അവിടെ പേളിക്ക് സപ്പോർട്ടായിട്ട് വരുമ്പോൾ ചിലപ്പോൾ മറക്കുമായിരിക്കും. അതുവരെ വെറും ഡമ്മി. ഓക്കെ, ഒരു പട്ടിക്കുഞ്ഞു പോലും മൈൻഡ് ചെയ്യാത്ത വെറും ഒരു ഡമ്മി മാത്രമാണ് പേളിമാണി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ആൾക്കാർക്ക് പുച്ഛമാണ്. അതങ്ങനെയാണ്. കാരണം അന്നത്തെ ആ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കടുങ്കട്ടി വിഷയം. നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അടക്കമാണ് അവിടെ കുട്ടികൾ അന്ന് പോരാടിയത്. ആ സമയത്ത് വന്നിട്ട് നിങ്ങളിങ്ങനെ അടിക്കരുത് പിള്ളേരെ, നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേടുത്ത വർത്തമാനമായി പോകും. അതൊരിക്കലും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എയറിൽ നിന്നും എയറിലേക്ക് അവിടെ കിടക്കുവാണ്. ഇപ്പോൾ വന്നിട്ട് ആൾക്കാർക്കൊരു വിലയില്ല. അല്ലെങ്കിൽ പേളിമാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്കൂട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാവരും അവിടെ കളിച്ചുകൊണ്ട് സൈഡിൽ ഇരിക്കുന്നു, ഒരു ഡമ്മി കണക്കിന് ഇരിക്കുന്നു. ഒരു സപ്പോർട്ടില്ല ആൾക്കാർ. കാരണം ആൾക്കാർ വെറുത്തുപോയി. ആ വെറുപ്പ് സമ്പാദിച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാനൊക്കെ വെറും ഉടായ്പാണ്, അത് നാട്ടുകാർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ വായി തോന്നുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയും, കണ്ടതുപോലെ വിളിച്ചു പറയും. അല്ലാണ്ട് നമുക്ക് മറ്റേ ആ ഒരു മൂടൊന്നുമില്ല. എൻ്റെ നാട്ടുകാർക്ക് അതൊക്കെ മനസ്സിലാവും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇരിപ്പോശങ്ങൾ. വിസ്മയ മോഹൻലാലിനെ എങ്ങനെയെങ്കിലും തറക്കുക. ആദ്യത്തെ പടം തന്നെ തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നൊന്നര തുടക്കമാക്കി മാറ്റിയ വിസ്മയ മോഹൻലാൽ, അത് ഒരു വല്ലാത്തൊരു ഇതേനടെ. പ്രത്യേകിച്ച് ആ കുട്ടിയെ സൈബർ അറ്റാക്ക് മാക്സിമം നടത്തി. ഓക്കെ, ഇനി പടം പൊട്ടിക്കാൻ നോക്കി, പക്ഷേ പടത്തിൽ വന്നിട്ട് ആ കൊച്ച് അടിപൊളി കാഴ്ച വെച്ചതും മൂഞ്ചി. പിന്നെ ഇനി ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമുക്ക് വലിച്ചിക്കണം, ആ ഒരു മൂഡിലോട്ട് പോയി. ഇതൊക്കെ വലിയ വലിയ സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടിപ്പരിപാടികളാണ് ഉള്ള കാര്യം പറയാം. പിന്നെ നമ്മളെ പോലെയുള്ളവന്മാർ വല കൊല എന്ന് പറഞ്ഞ് എങ്ങനെയും പിടിച്ചിരിക്കും. അതുകൊണ്ട് അങ്ങനെ നിൽക്കും, നമുക്കൊന്ന് കോപ്പ് തന്നെ പറയാനുള്ളത് പറഞ്ഞിട്ട് പടാൻ അറിയും. ഈ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പുതിയ വീഡിയോ